മിനിസ്റ്റർ വനംവകുപ്പ് മന്ത്രി നമുക്കൊപ്പം ചേരുന്നു, ശ്രീ കെ ശശീന്ദ്രൻ. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. മലയാറ്റൂരിൽ ഒരു കുട്ടിയാന കിണറ്റിൽ വീണു. അവിടെ കാട്ടാനക്കൂട്ടം വന്നു. രാവിലെ 3:30 കൂടിയാണ് ഈ സംഭവം. അപ്പോൾ ആന ഇപ്പോൾ കയറി പോയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. അവരുടെ ആവശ്യം ഈ ആന വരുന്നത് തടയാനുള്ള എന്തെങ്കിലും സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കണം, ഫെൻസിങ് അവിടെ ഒരുക്കി കൊടുക്കണം, DFOയെ മാറ്റണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. മിനിസ്റ്റർക്ക് എന്താണ് അവരോടൊന്ന് പറയാനുള്ളത്? അല്ല, മലയാറ്റൂരിലെ ഇരിത്തോട് സ്വദേശി സാജുവിന്റെ വീട്ടിൽ കിണറ്റിൽ ഒരു കുട്ടിയാന വീഴുകയുണ്ടായി. ആ ആനയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനായി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സേവനത്തിന് കാത്തു നിൽക്കാതെ തന്നെ അമ്മയാന ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അസാധാരണമായ ഒരു ദൃശ്യത്തിനാണ് നമുക്ക് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നത്. ഇവിടെ കാട്ടാനകളുടെ ശല്യമുണ്ട് എന്നത് ശരിയാണ്. മലയാറ്റൂർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ ഇതിനകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. നിയമസഭയിൽ ആ പ്രദേശത്തെ MLA ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രതിരോധ വേലികൾ ഉൾപ്പെടെയുള്ള കെട്ടുന്നതിനുള്ള അനുമതി അടിയന്തരമായി തന്നെ നൽകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മിനിസ്റ്റർ. ഞാനിത് ഒന്ന് അവിടുത്തെ നാട്ടുകാരെ ഒന്ന് അറിയിച്ചോട്ടെ. കാര്യം അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. അലി അതറിയിച്ചെന്നിട്ട് അവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമങ്ങൾ അവിടുത്തെ കർഷകരെ രക്ഷിക്കുന്നതിനും അന്തരീക്ഷത്തെ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുക. വളരെ വൈകാതെ തന്നെ അത്തരം നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകും എന്നും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിഷേധം സ്വാഭാവികമാണ്. ആ പ്രതിഷേധത്തിന്റെ ആശയം സർക്കാർ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് ഈ റിപ്പോർട്ടർ ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. മിനിസ്റ്റർ, നല്ല കാര്യമാണ്. ഒരു കാര്യം കൂടി, ഇവർ ഈ രാവിലെ 3:30 മുതൽ ആന വന്നതിന് ശേഷം വിളിച്ചപ്പോൾ പല ഓഫീസേഴ്സിൻ്റെയും ഒക്കെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. 5 കൂടിയാണ് അവരവിടെ എത്തിച്ചേർന്നത്. നമ്മൾ പല ആളുകളുടെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അവരുടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുള്ള നടപടി ഉണ്ടാകുമല്ലോ അല്ലേ? അല്ല, അത്തരം പരാതികൾ സാധാരണ ഉയർന്നു വരാറുണ്ട്. പക്ഷെ അതിനുള്ളൊരു വസ്തുതാപരമായ പ്രശ്നം, വിവരം കിട്ടി ഇവർ ഓരോരുത്തരും ഓരോ സ്ഥലം ഒരു ടീമായി വരണമെങ്കിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് എത്തിച്ചേരുന്നതിനുള്ള കാലതാമസമുണ്ട്. പക്ഷെ അവിടെ അതുകൊണ്ട് തന്നെ RRTയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നതാണ് അതിനുള്ള പരിഹാരം. ആ നിലക്കും വനംവകുപ്പ് ആലോചന നടത്തുന്നുണ്ട്. ഇനി ഒരു കാര്യം അവർ പറയുന്നത്, DFO അവരോട് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, DFO കള്ളക്കേസിൽ കൊടുക്കുന്നൊക്കെ ഭീഷണിയൊക്കെ പെടുത്തുന്നു. ആ DFOയെ അത്തരം പരാതികൾ പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ്. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിനിസ്റ്റർ ഉറപ്പ് നൽകി. താങ്ക് യു. അപ്പോൾ അലി, നാട്ടുകാരെ നമുക്ക് അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മിനിസ്റ്റർ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലൂടെ, അവർക്കാർക്കും ഈ ചാനൽ നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നാട്ടുകാരോട് പറയേണ്ട 2 കാര്യങ്ങൾ. ഈ വേലിയുടെ കാര്യത്തിൽ അനുമതി ആയി കഴിഞ്ഞിരിക്കുന്നു. അത് ആ പരിപാടിയുമായി മുന്നോട്ട് പോകും. DFOയ്ക്കെതിരായിട്ടുള്ള പരാതികൾ പരിശോധിക്കും. റാപ്പിഡ് റെസ്പോൺസ് ടീം അവിടെ സദാ സാന്നിധ്യം ഉറപ്പുവരുത്തും. എന്നീ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ മന്ത്രി ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നടപടി ഉണ്ടാവും. വേലിക്ക് അനുമതി നൽകുന്നു എന്ന് റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകരെ അറിയുകയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളവരെ. അലി, അത് അവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? എന്താണ് ഇനി അവരുടെ പ്രതികരണം കൂടി എന്ന് നമുക്ക് ചോദിക്കാം. വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രതിഷേധം കാര്യമായി തന്നെ എടുക്കുന്നു. ഈ സുരക്ഷാ വേലി നിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. അതുപോലെ തന്നെ RRTയെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ഈ DFOയ്ക്കെതിരായി പറഞ്ഞ ആരോപണം അത് കൃത്യമായി പരിശോധിക്കുമെന്നാണ്. അത് ഞങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെട്ടവർ വന്ന്, ഈ ഞങ്ങളുടെ മെമ്പർമാരുണ്ട്, ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെ ജനപ്രതിനിധികളുണ്ട്, അവരുടെ മുമ്പിൽ ഈ ജനത്തിന് വാക്ക് കൊടുക്കാണ്ട് ഇവിടെ നിന്നിരിക്കണ ഒരു കുഞ്ഞു പോലും എനിക്ക് പോവില്ല എന്ന് ഈ മണ്ണിൽ തൊട്ട് സത്യം ചെയ്യണം.